ഹലോ ഫ്രണ്ട്സ്, പ്ലസ് പോയിന്റ് അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സീനിയോറിറ്റി നഷ്ടപ്പെടാതെ ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാം എന്നുള്ള ഒരു ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത്. 1999 മുതൽ 2019 വരെ രജിസ്ട്രേഷൻ പുതുക്കാത്തവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. 2021 ഫെബ്രുവരി 28 വരെ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും പുതുക്കാവുന്നതാണ്. 1/1/1999 മുതൽ 20/11/2019 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് 31/1/2020 വരെ സമയം അനുവദിച്ചുകൊണ്ട് പരാമർശം 1 പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. കോവിഡ് 2019 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ 2020 ജനുവരി മാസം മുതൽ പുതുക്കേണ്ട എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് 2021 മെയ് മാസം വരെ സാവകാശം അനുവദിച്ചിട്ടുള്ളതാണ്. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് നിരവധി അപേക്ഷകൾ തുടർന്നും സർക്കാരിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 1/1/1999 മുതൽ 31/12/2019 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് 28/2/2021 വരെ സമയം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. നമുക്കിടയിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ വിവരം ലഭിക്കാത്തവരുണ്ടാവും. ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണം. ഏതായാലും നമുക്ക് ഓൺലൈൻ വഴി അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നോ മൊബൈലിൽ നിന്നോ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അഡ്രസ് ബാറിൽ employment.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. employment.kerala.gov.in വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതാണ്. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തേത് വ്യൂ സീനിയോറിറ്റി ലിസ്റ്റ്സ്, അതുപോലെ റിന്യൂ യുവർ രജിസ്ട്രേഷൻ, ലാസ്റ്റ് വൺ റിന്യൂവൽ, സ്പെഷ്യൽ റിന്യൂവൽ. സ്പെഷ്യൽ റിന്യൂവലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ എക്സ്ചേഞ്ച് കൊടുക്കുക. ലോക്കൽ ബോഡി ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. അതുപോലെ വാർഡ്, രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം എംപ്ലോയ്മെൻറ്റിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, അത് തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യുക. അതുപോലെ ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ അതും കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ കൊടുക്കുക. മൊബൈൽ നമ്പറും കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ആ ക്യാപ്ച തെറ്റുകൂടാതെ അതുപോലെ തന്നെ പകർത്തി ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്